മക്കളെ, നമ്മുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഇനി അത് കഴിഞ്ഞ് മോപ്പപ്പ്, ഇതൊക്കെ ഇനി നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയേക്കുന്ന ആളുകളൊക്കെ തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കുന്ന കോളേജുകളിൽ നിങ്ങൾ ഓൾറെഡി സെലക്റ്റഡ് ആവും. ഇപ്പോൾ ഇവിടെ കുറേ ആളുകളുടെ കുറേ സംശയങ്ങൾക്കുള്ളൊരു മറുപടി തന്നെയാണ് ഈ ഒരു വീഡിയോ. നമുക്ക് ചില ആളുകൾ എത്ര സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വേണം, നമുക്ക് എന്നാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്, എന്നാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്, ഇതിലെപ്പോഴാണ് ഫ്രീ എക്സിറ്റ് ഉണ്ടാവുക, ദെൻ അടുത്തൊരു അലോട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ എങ്ങനെയൊക്കെയാണ്, ആദ്യം എനിക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഈ കോളേജ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോയിട്ട് ഞാനത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് എന്ത് പ്രശ്നം പറ്റും, ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതിലെനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ പലരും തന്നെ ആദ്യം തന്നെ ഓപ്ഷൻസൊക്കെ കൊടുത്തു തുടങ്ങിയ ആളുകളുണ്ട്. ദെൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ 2 ദിവസം കഴിയട്ടെ, നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ ഡേറ്റുകളും കാര്യങ്ങളും എല്ലാത്തിനെയും സംബന്ധിച്ചൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇതിലാദ്യം തന്നെ നമുക്കറിയാം, ഇപ്പം റൗണ്ട് 1 കൗൺസിലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അലോട്ട്മെൻറ്റ് പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് രജിസ്ട്രേഷൻ സമയം 21 മുതൽ 28 ജൂലൈ വരേക്കാണ്. ഓക്കെ, 28-ാം തീയതി, 21-ാം തീയതി പലരും ചെയ്തിട്ടുണ്ട്. ദെൻ 22-ാം തീയതി മുതൽ നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 22 മുതൽ 28 വരേക്കാണ് നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിന് സമയമുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോയ്സ് ലോക്ക് ചെയ്യേണ്ടത് 28 ജൂലൈയിൽ, അത് 4 മണി മുതൽ രാത്രി 11:55 വരേക്കാണ് സമയം. ഇനി നിങ്ങൾ അഥവാ ചോയ്സ് ലോക്ക് ചെയ്തില്ല എന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ചോയ്സ് ലോക്ക് ആവുന്നതായിരിക്കും. ഓക്കെ, അത് നമുക്ക് 28-ാം തീയതി, ജൂലൈ 28 ആണ് നമുക്കതിൻ്റെ സമയം ഇരിക്കുന്നത്. ഇനി വന്നിട്ട് 31 ജൂലൈ 31-ാം തീയതിയാണ് നമുക്കിതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. അത് ഏത് കോളേജിലാണ് മക്കൾക്ക് കിട്ടിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജൂലൈ 31-ന് ആ റിസൾട്ട് വരും. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട സമയമല്ലേ, അത് ഓഗസ്റ്റ് 1-നും 6-നും ഇടയിലാണ്. നിങ്ങൾ ഏത് കോളേജിലാണോ കിട്ടിയേക്കുന്നത് ആ കോളേജിൽ ജോയിൻ ആവേണ്ട സമയമാണ് 1-നും 6-നും ഇടയിൽ. അതിനുള്ളിൽ മക്കൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന കോളേജിൽ നിങ്ങൾ ജോയിൻ ആവണം. ഓക്കെ, ഇനി ഞാൻ ഇതിന് ഫീസ് സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്, നിങ്ങൾക്കത് റീഫണ്ട് ഉണ്ടാവുന്ന എമൗണ്ടാണ്. ഓക്കെ, ആ റീഫണ്ട് ഉണ്ടാവുന്ന എമൗണ്ട് പലരും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ കഫേയിലൊക്കെ പോയി ചെയ്യുമ്പോൾ കഫേയിലെ ചേട്ടന്മാരുടെയൊക്കെ കാർഡ് വെച്ചിട്ടൊക്കെ അവർ ചെയ്തു തരും. അഥവാ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതെ അത് റീഫണ്ട് ആവുന്നൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ അത് അവരുടെ അക്കൗണ്ടിലേക്കാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാർഡ് നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ ചോയ്സ് ഫില്ലിംഗ് ഒക്കെ ചെയ്യുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവില്ല. റീഫണ്ട് ആവുന്ന കേസിൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആളുകളുടെ ഫീസ് എത്രയ്ക്കാന്ന് നോക്കാം. നമ്മുടെ OBC NCL ആയിട്ടുള്ള ആളുകൾക്ക്, ഓക്കെ, അതുപോലെ തന്നെ SC കാറ്റഗറി, ST കാറ്റഗറി, ഈ കുട്ടികൾക്കൊക്കെ 5000 രൂപയാണ് നമുക്ക് ഫീസായിട്ട് വരുന്നത്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് നമ്മൾ കാണുന്ന എമൗണ്ട് 5000 ആണ്. ദെൻ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ അത് 10,000 രൂപയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ ഡീംഡ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം രൂപ നിങ്ങൾ ആദ്യം തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഡേറ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് വരുന്ന കേസിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് അലോട്ടായി. ഓക്കെ, ആ സീറ്റ് അലോട്ടായതിനനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്തു. എന്നാൽ പോലും നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ്, നിങ്ങൾ സീറ്റ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സീറ്റ് അലോട്ട് ചെയ്യപ്പെട്ടു, നിങ്ങൾ ജോയിൻ ചെയ്തു. പക്ഷേ പിന്നീട് ഒരു സ്പെസിഫിക് ടൈം പറയുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് വേണ്ട, ആ കോഴ്സ് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളതിൽ നിന്ന് ഒഴിവാക്കി, അത് റിസൈൻ ചെയ്തു. അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഫണ്ട് എമൗണ്ട് കിട്ടും. ഇനി സീറ്റ് നിങ്ങൾക്ക് അലോട്ടായി ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ, പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്തില്ല. ഈ 3 കേസുകളിലും നിങ്ങൾ അടച്ച പൈസ എവിടെയും പോവില്ല, നിങ്ങൾക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് തന്നെ പറയുന്നത്. നിങ്ങൾക്ക് ആ എമൗണ്ട് തിരിച്ച് കിട്ടും. ഈ 3 സാഹചര്യങ്ങളിലും മക്കൾ അടച്ച എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഏതൊക്കെ കേസിലാണ് നമുക്കിനി റീ അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന സാധ്യതകൾ, അതിനെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. ആ റീ അലോട്ട്മെൻറ്റും അതിൻ്റെ സാധ്യതകൾ. നിങ്ങളില്ലേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയേക്കുന്ന, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നിങ്ങൾ കിട്ടിയേക്കുന്ന ഒരു കുട്ടിയാണ്, അവിടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ചോയ്സൊക്കെ മാറ്റി കൊടുക്കാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലും ഉണ്ട്. ആദ്യത്തെ ഒരു കോളേജ് മക്കൾക്ക് കിട്ടി, ഇതിനേക്കാൾ ബെസ്റ്റ് ഒരു കോളേജ് നെക്സ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്തൊരു
ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കുക. അടുത്തൊരു കോളേജിൽ നിങ്ങൾക്ക് വീണ്ടും അലോട്ട്മെൻറ്റുകൾ മാറ്റിക്കൊടുക്കുക. ഇനി അടുത്തൊരു കേസ് വന്നിട്ട് നിങ്ങൾക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കോളേജ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും നല്ല കോളേജ് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്, അത് നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരിക്കലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകേണ്ടതില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യത്തെ അലോട്ട്മെൻറ്റ് അവിടെ തന്നെ നിങ്ങൾ റീറ്റെയിൻ ചെയ്യാൻ നോക്കുക. മൂന്നാമത്തെ കേസ്, നിങ്ങൾ സാധാരണ കേസിൽ നിങ്ങളൊരു ബെറ്റർ കോളേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി വന്നിട്ട് അടുത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് എന്നിട്ട് നിങ്ങൾ വീണ്ടും ഒരു അപ്ഗ്രേഡേഷൻ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് പുതിയൊരു കോളേജ് കിട്ടി. നിർബന്ധമായിട്ട് നിങ്ങൾ ആ കോളേജിൽ ജോയിൻ ചെയ്യണം. അല്ലാതെ ആ സമയത്ത് മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആദ്യത്തെ കോളേജാണ് എനിക്ക് ഏറ്റവും നല്ലത്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ, രണ്ടാമത്തെ കോളേജിൽ, അങ്ങനെ ഒരിക്കലും പോകാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഓപ്ഷൻ എന്തായാലും വീണ്ടും കൊടുക്കുകയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ കോളേജിനേക്കാളും നല്ല ഓപ്ഷൻ മാത്രമേ അടുത്തതിൽ കൊടുക്കാൻ പാടുള്ളൂ. അതിലെവിടെ കിട്ടിയാലും നിങ്ങൾ പോകാൻ തയ്യാറാവണം. അല്ലാതെ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയേക്കുന്ന ഓപ്ഷൻ അവിടെ നിർത്തിക്കൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജിൽ കിട്ടിയിട്ട് അവിടെ പോകാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം ഒരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ അപ്ഗ്രേഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പിന്നീട് പോകേണ്ടി വരും. ഓക്കെ. ഇനി അടുത്തൊരു കേസിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ആ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല, അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റൗണ്ട് 1 കിട്ടിയിരിക്കുന്നത് അവിടെ തന്നെ ഉണ്ടാവും, അതിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പഠിക്കാനും പറ്റും. ഓക്കെ ആണ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം, നിങ്ങൾ അപ്ഗ്രേഡേഷൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ആദ്യം കിട്ടിയ സ്ഥലം അവിടെ തന്നെ ഉണ്ടാവും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവിടെ ജോയിൻ ചെയ്യണം. അല്ലാതെ ഫസ്റ്റിൽ കിട്ടിയതാണ് നല്ല കോളേജ്, എനിക്ക് സെക്കൻഡിലേക്ക് ഞാൻ പോകുന്നില്ല, അങ്ങനെ പറയാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് സെക്കൻഡിൽ കിട്ടുന്നതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മക്കൾക്ക് ഫ്രീ എക്സിറ്റിനെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾക്ക് അഥവാ ഒരു സീറ്റ് അലോട്ട് ചെയ്യപ്പെട്ടു, ദാറ്റ് മീൻസ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടി, നിങ്ങളവിടെ ജോയിൻ ചെയ്തിട്ട് ആ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അവിടുന്ന് ലീവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടുന്ന് ഫ്രീ എക്സിറ്റ് ആവാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തായി, നിങ്ങൾ സീറ്റ് അലോട്ട് ചെയ്യപ്പെട്ടു ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, ദെൻ നിങ്ങളവിടെ ജോയിൻ ചെയ്തില്ല, ആ സമയത്ത് നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അലോട്ട്മെൻറ്റിന് നിങ്ങൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ വാരി കോരി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. എന്താ പറയുക, വേണ്ടാത്ത കോളേജുകളൊക്കെ കൊടുത്തിട്ടിട്ട് അവസാനം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് പോകേണ്ടി വരും. ഓക്കെ. ഇല്ലെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ആവാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇനിയിപ്പോൾ നേഴ്സിങ്ങിലൊക്കെ ആയിട്ട് ചില കുട്ടികൾ നേഴ്സിംഗ് ഓപ്ഷൻ കൊടുത്തിട്ട് നേഴ്സിങ്ങിലുള്ള ഓപ്ഷൻസ് ഒക്കെ ടിക്ക് ചെയ്തിടും. അപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഫ്രീ എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചിന്തിക്കുക. ഓക്കെ. വെറുതെ എന്താ പറയുക, ഓവറായിട്ട് ടെൻഷൻ അടിച്ചിട്ടൊന്നും ചെയ്യേണ്ട. പക്ഷെ മറിച്ച് മക്കൾ എപ്പോഴും ഒരു നല്ലൊരു അഡ്വൈസ് തിരക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് നല്ലതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്തെല്ലാം തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന കോളേജുകൾ മാത്രം ഏറ്റവും ടോപ്പിലേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ മക്കൾക്ക് ഉറപ്പായിട്ടും JPCൻ്റെ സപ്പോർട്ട് ത്രൂ ഔട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ താഴെ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് തരാം, ആ ലിങ്കിൽ മക്കൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട PDF കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ അയച്ചു തരാം. മക്കൾ ഉറപ്പായിട്ടും ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടേക്കുള്ള എല്ലാ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലൂടെ തന്നെ, ഈ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അത് കൂടാതെ മക്കൾക്ക് ഇനിയിപ്പോൾ കേരള വരാനിരിക്കുകയാണ്. അപ്പോൾ കേരള വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ മക്കളെ, കാണാം നമുക്ക്.